സ്വർഗമൊരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ എന്ന പുസ്തകമാണിത്. ദൈവം തിരഞ്ഞെടുത്ത വസൂല റീഡന്റെ അസാധാരണമായ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങളും ചേരൂ. എപ്പിസോഡ് 8. പ്രാവ്. എൻ്റെ ജീവിതത്തിൻ്റെ ചുരുൾ കർത്താവ് എൻ്റെ കൺമുമ്പിൽ നിവർത്തിയപ്പോൾ ദുർഗ്രഹമായ ചിഹ്നങ്ങളോട് കൂടിയ പ്രതീകങ്ങളും അടയാളങ്ങളുമാണ് ഞാൻ കണ്ടത്. അതിൻ്റെ അർത്ഥം കർത്താവ് എനിക്ക് വ്യക്തമാക്കി തന്നിരുന്നില്ലെങ്കിൽ എനിക്കതൊരിക്കലും മനസ്സിലാകുമായിരുന്നില്ല. ഒരു ദർശനത്തിലൂടെ അതെനിക്ക് വ്യക്തമാക്കി തരാനാണ് ഈശോ താല്പര്യപ്പെട്ടത്. 1989 ജനുവരി മാസം 29 ഈ ദർശനം എനിക്ക് നൽകപ്പെട്ടത്. ഞാൻ ഒരു പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് കണ്ടത്. അവിടെ എന്തോ ആഘോഷം നടക്കുകയാണ്. പള്ളി നിറയെ ആവേശഭരിതരായ ജനങ്ങളാണ്. ഒരു ചെറിയ ഉയർന്ന പ്ലാറ്റ്ഫോമിൽ ജനക്കൂട്ടത്തെ നോക്കി ഞാൻ നിൽക്കുകയാണ്. ധൂപം മേഘശകലങ്ങൾ പോലെ വായുവിൽ തിങ്ങി നിന്നിരുന്നു. ആ ജനക്കൂട്ടത്തിനിടയിൽ കയ്യിൽ സുന്ദരമായൊരു പെട്ടിയും പിടിച്ച് ഒരു വൈദികനെ ഞാൻ കണ്ടു. ആ പെട്ടിയിൽ ഒരു വിശേഷപ്പെട്ട പ്രാവാണെന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. അത് പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. ആ വൈദികൻ പെട്ടി തുറന്ന് പ്രാവിനെ വിടുമ്പോൾ അതെല്ലാവർക്കും വലിയ ആനന്ദം നൽകിക്കൊണ്ട് പറന്നു നടക്കും. അത് പറന്നു നടക്കുന്നതും കാത്ത് എല്ലാവരും നിൽക്കുകയാണ്. ആ വൈദികൻ ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആളുകൾ കാത്തുനിന്ന് വിഷമിക്കണ്ട എന്ന് കരുതി അദ്ദേഹം പെട്ടി തുറന്നു. പ്രാവ് പുറത്തു വന്നു. പ്രാവ് ആളുകളുടെ മുകളിലൂടെ പറക്കുന്നത് കണ്ടപ്പോൾ ജനം ആനന്ദത്താൽ ആവേശം കൊണ്ടു. പ്രാവ് താഴ്ന്നു പറന്ന് അവരോടടുത്തു വന്നപ്പോൾ ആഹാ എന്നവർ ആർത്തു വിളിച്ചു. ജനങ്ങളുടെ ഉത്സാഹവും ആവേശവും കൊണ്ട് പള്ളി നിറഞ്ഞു. കുറച്ച് സമയത്തേക്ക് വൃത്താകാരത്തിൽ ആ പ്രാവ് എൻ്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പൊക്കി പ്രാവിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പ്രാവിന് വന്നിരിക്കാൻ ഒരു കരം തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി. അവസാനം പ്രാവ് ആരെയെങ്കിലും ഒരാളെ തിരഞ്ഞെടുക്കുമെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കാണ് ആ അസുലഭ ഭാഗ്യം എന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നു. ആ പ്രാവ് ഇങ്ങനെ മുകളിൽ വട്ടമിട്ട് പറക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം അറിയാവുന്നവരാണെന്നും ഞങ്ങൾ സുഹൃത്തുക്കളാണെന്നും ഒരു ഉറച്ച ബോധ്യം എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ലഭിച്ചു. ഞങ്ങൾ ബന്ധുക്കളാണെന്നൊരു തോന്നൽ. വെള്ള നിറമല്ല, നീലാകാശത്തിൻ്റെ നിറമായിരുന്നു ആ പ്രാവിന്. നീല നിറം ദൈവികതയെ സൂചിപ്പിക്കുന്നതാണെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. ആ പ്രാവ് എൻ്റെ നേരെ വരുന്നതായി ഞാൻ കണ്ടു. അതെൻ്റെ കയ്യിൽ വന്നിരിക്കാൻ പോവുകയാണെന്ന് ഹൃദയത്തിൽ എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്കിടയിൽ ഒരു സംവേദനം ഞാൻ ഗ്രഹിച്ചു. അങ്ങനെ അവസാനം ആ പ്രാവ് എൻ്റെ വിരൽ തുമ്പിൽ വന്നു വിശ്രമിച്ചു. ആ സമയം ഞങ്ങൾ തമ്മിൽ വളരെ നല്ല പരിചയബന്ധം അനുഭവപ്പെട്ടെന്ന് മാത്രമല്ല, വളരെ ആഴവും സുദൃഢവുമായ സ്നേഹബന്ധം ഞങ്ങൾ തമ്മിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. എല്ലാ കണ്ണുകളും എൻ്റെ നേരെ തിരിഞ്ഞു. പ്രാവിൻ്റെ തെരഞ്ഞെടുപ്പിൽ ചിലർ അത്ഭുതം കൂറി. പ്രാവിനി അവരുടെ അടുത്തേക്ക് പറന്നു ചെല്ലുമെന്ന് ചിലർ ചിന്തിച്ചു. ഏതായാലും അവസാനം അതൊരിടത്തിരുന്നല്ലോ എന്ന് സന്തോഷിച്ചു. ഏതാനും നിമിഷം കഴിഞ്ഞ് ആ പ്രാവ് വീണ്ടും പറന്നുപോയി. പള്ളിയകത്തുകൂടി കുറച്ച് പറന്നിട്ട് ഒന്നുകൂടി വട്ടം ചുറ്റി വീണ്ടും എൻ്റെ നേരെ വന്ന് എൻ്റെ വിരൽത്തുമ്പിൽ വന്നിരുന്നു. ഇപ്രാവശ്യം എൻ്റെ കൈ കൊണ്ട് അതിനെ പിടിക്കാൻ അതെന്നെ അനുവദിച്ചു. ആനന്ദം കൊണ്ട് ഞാൻ ഇല്ലാതായിപ്പോയി. വളരെ അവധാനപൂർവം മൃദുവായി ഞാൻ പ്രാവിനെ ഉയർത്തി. ഒത്തിരി സ്നേഹത്തോടെ എൻ്റെ കവിളിൽ ചെവിയുടെ സമീപം ചേർത്തമർത്തി അതിൻ്റെ ഹൃദയസ്പന്ദനം ശ്രവിച്ചു. ആ ഹൃദയം ഉച്ചത്തിൽ മിടിക്കുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായതായി ഞാൻ കണ്ടു. ഒരു നടപ്പാതയിലൂടെ ഞാൻ നടക്കുകയാണ്. ഈ പാതയുടെ ഇരുവശങ്ങളിലും പേരറിയാത്ത ഒരു തരം ചെറിയ ജന്തുക്കളാണ്. അണ്ണാനോട് സാമ്യമുള്ളവ. അവ ഒരു കരുണയുമില്ലാതെ അന്യോന്യം വെട്ടിവീഴ്ത്തിക്കൊണ്ടിരുന്നു. വഴിയിൽ എൻ്റെ മുമ്പിലായി ഒരു വലിയ എലിയെ കണ്ടു. ഒരു ചെറിയ ജന്തുവിനെ അത് കടിച്ചു പിടിച്ചിട്ടുണ്ട്. എന്നെ പേടിപ്പിക്കാനായി ധൃതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതെൻ്റെ നേരെ വന്നു. എനിക്കൊട്ടും പേടി തോന്നിയില്ല. ഞാനൊട്ടും കുലുങ്ങിയിട്ടില്ലെന്ന് ആ എലിയെ കാണിക്കാനായി ഞാൻ ഉറച്ചു ചവിട്ടി അതിൻ്റെ നേരെ ചെന്നു. ഞാൻ ഏറ്റുമുട്ടാനാണ് ഭാവമെന്ന് മനസ്സിലാക്കി പേടിച്ചത് വശത്തേക്ക് തിരിഞ്ഞുപോയി കളഞ്ഞു. ഓടിച്ചെന്ന് അണ്ണാനെ പോലെയുള്ള ഒരു ജന്തുവിനെ പിടിച്ച് ഒരു വൃത്തികെട്ട ശബ്ദത്തോടെ വിഴുങ്ങി.
അപ്പോൾ സ്വല്പം അകലെയായി ഞാൻ ഒരു പാമ്പിനെ കണ്ടു. റോഡിന് കുറുകെ ഒരു വശത്തു നിന്നും മറ്റേ വശം വരെ നീണ്ട് എൻ്റെ വഴി മുടക്കി അങ്ങനെ കിടക്കുകയാണ്. സെല്ലുലോസ് പോലെ സുതാര്യമായി അത് എൻ്റെ കണ്ണിൽ പെട്ടത് തന്നെ ദൈവാനുഗ്രഹം. ഞാനെങ്ങാനും കാണാതെ അതിനെ ചവിട്ടിയിരുന്നെങ്കിൽ അതെന്നെ കടിക്കുമായിരുന്നു. ഞാൻ ഒട്ടും ഭയപ്പെട്ടില്ല. എൻ്റെ നടത്തം തുടരാമെന്നും അതിനെ കവച്ച് കടന്നു പോകാമെന്നും ഞാൻ തീരുമാനിച്ചു. ഞാൻ അതിനെ കടന്നുപോയി കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടു പിന്നിൽ നേരിയ ശബ്ദം കേട്ടു. വേറൊരു പാമ്പ് എൻ്റെ ഒപ്പമെത്താൻ ധൃതിയിൽ ഇഴഞ്ഞു വരികയാണ്. ആദ്യത്തേതിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. ഇതൊരു ആക്രമണകാരിയാണ്. എന്തിനോടും എതിരിടും. ഇതും സുതാര്യമാണ്. പക്ഷെ പുറത്ത് ചെറിയ വളഞ്ഞുപൊളിഞ്ഞ കറുത്ത വരകൾ കാണാം. ഒരു വിരലിൻ്റെ വണ്ണമേ ഉള്ളൂ. കെണിയിൽ പെട്ടുപോയി എന്ന് എനിക്ക് തോന്നി. എന്നാൽ പെട്ടെന്ന് അത്ഭുതകരമായ ചിലത് സംഭവിച്ചു. ദൈവം എൻ്റെ രക്ഷയ്ക്കെത്തി. അവിടുന്ന് എന്നെ തറയിൽ നിന്നും ഉയർത്തി നിർത്തി. ആ സർപ്പത്തിന്റെ ദുഷ്ടലാക്ക് എനിക്ക് മനസ്സിലായതിനാൽ എനിക്ക് പിന്നെയും ഉത്കണ്ഠയുണ്ടായിരുന്നു. എന്നെ പിടിക്കാനായി അത് വാലിൽ കുത്തി പൊങ്ങുമോ എന്ന് ഞാൻ വിചാരിച്ചു. ആ സമയത്ത് എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ ജഡിതയിൽ മുന്നോട്ട് നയിച്ചു. കാറ്റിൻ്റെ പക്ഷങ്ങളിൽ എന്ന പോലെ ആ സർപ്പങ്ങളുടെ മുകളിലൂടെ സുരക്ഷിതമായി കടത്തി എൻ്റെ ഒരു സ്നേഹിതയുടെ വീടിനടുത്തായി നിലത്തു കൊണ്ടെത്തിച്ചു. ഞാനും എൻ്റെ സ്നേഹിതയും കൂടി ആ പാതയുടെ അറ്റത്തു നിൽക്കുകയാണ്, ഒരു ഭിത്തിക്ക് അഭിമുഖമായി. ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ എന്തോ ഒരു അനക്കം കേട്ട് വലതുവശത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ വഴിമുടക്കി കിടന്ന ആദ്യത്തെ സർപ്പത്തെ കണ്ടു. അത് തീറ്റ അന്വേഷിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതുവരെയും അത് ഞങ്ങളെ കണ്ടിട്ടില്ല. എൻ്റെ സ്നേഹിത പാമ്പിനെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവളോട് പതിയെ പറഞ്ഞു, അനങ്ങരുത്, അങ്ങനെ തന്നെ നിന്നോളൂ എന്ന്. പാമ്പിന്റെ കാര്യം ഞാൻ അവളോട് പറഞ്ഞില്ല. അവളെങ്ങാനും ബഹളം വെച്ചാൽ പാമ്പിന്റെ ശ്രദ്ധയിൽപ്പെടുമല്ലോ എന്ന് കരുതി. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ ആ നീളം കൂടിയ വണ്ണമില്ലാത്ത പാമ്പ് ആദ്യത്തേതിനോടും അടുത്തു വന്നത് കണ്ടു. പെട്ടെന്ന് ആദ്യത്തെ പാമ്പ് മറ്റേതിനെ ശൗര്യത്തോടെ ആക്രമിച്ച് അതിനെ ചെറുത്തു നിൽക്കാൻ അവസരം പോലും കൊടുക്കാതെ അതിനെ പിടിച്ചു വിഴുങ്ങി. അറപ്പുളവാക്കുന്ന ഒരു ഗുളുകുളാ ശബ്ദം കേട്ടു. ഏതായാലും എനിക്കും ആശ്വാസമായി. ഇനി പേടിക്കേണ്ട. പാമ്പിന് ആവശ്യത്തിന് ആഹാരമായി. ഇനി ഉറങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് അപകടം ഒഴിവായി. സമാധാനമായി. ആ ദർശനം അവസാനിച്ചു. എനിക്ക് ഈ ദർശനത്തിന്റെ അർത്ഥം മുഴുവൻ മനസ്സിലായില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ഓരോന്നും എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അവിടുന്ന് എനിക്ക് വെളിപ്പെടുത്തി തരാൻ തുടങ്ങി. ആ പ്രാവ് പ്രതീകാത്മകമായി പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു. പ്രാവ് എൻ്റെ കയ്യിൽ വന്നിരുന്നത് ദൈവം എന്നെ തിരഞ്ഞെടുത്തതിനെ സൂചിപ്പിക്കുന്നു. ഈ തലമുറയ്ക്ക് വേണ്ടിയുള്ള അവിടുത്തെ സന്ദേശങ്ങൾ വരമേൽപ്പിക്കപ്പെടുക എന്ന പ്രത്യേക ദൗത്യം എൻ്റെ ജീവിതത്തിലൂടെ നിവൃത്തിയാക്കപ്പെടുന്നതിനാണ് അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തത്. എലിയും പാമ്പുകളും സൂചിപ്പിക്കുന്നത് എൻ്റെ ദൗത്യത്തിൻ്റെ പാതയിൽ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെയും വിവാദങ്ങളെയും തടസ്സങ്ങളെയും, അതുപോലെ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താതെ ഒളിവിലായിരുന്നു കൊണ്ട് എന്നെ ഉപദ്രവിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന മനുഷ്യരെയുമൊക്കെയാണ്. തിരിച്ചറിയാതിരിക്കാൻ കാപ്പെട്ടിത്തിലും ഒളിവിലുമായിരിക്കും അവരുടെ പ്രവൃത്തികൾ. അതുകൊണ്ട് ആരാണ് യഥാർത്ഥത്തിൽ ഇരയെ ആക്രമിച്ചതെന്ന് ആരും കണ്ടുപിടിക്കുകയില്ല. അതുകൊണ്ടാണ് ആ പാമ്പുകൾ സെല്ലുലോയിഡ് പോലെ സുതാര്യമായി എനിക്ക് കാണപ്പെട്ടത്. യേശു ഒരിക്കൽ പറഞ്ഞതുപോലെ, പരിസേയരുടെ തനിപ്പകർപ്പ്, സെപ്റ്റംബർ 1, 1987. ഈ ദർശനം എനിക്ക് ലഭിച്ചത് ഞാൻ പൊതുവേദിയിൽ എനിക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളെപ്പറ്റി സാക്ഷ്യപ്പെടുത്താൻ മറ്റുള്ളവരോട് അതേപ്പറ്റി പറയാൻ ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പാണ്. ആ സാക്ഷ്യപ്പെടുത്തൽ എങ്ങനെ സംഭവിച്ചു എന്നത് വളരെ രസകരമാണ്. ഈ സമയത്ത് ഞാൻ സ്വിറ്റ്സർലൻഡിലാണ് താമസം. ഒരു ദിവസം ഞാനൊരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പിരിഞ്ഞു പോകാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ കൂനുള്ള പ്രായമായ ഒരു സ്ത്രീ, അവർ നേരത്തെ ഒരു കന്യാസ്ത്രീ ആയിരുന്നതാണ്, എന്നെ സമീപിച്ചിട്ട് മധുരമായ ദുർബല ശബ്ദത്തിൽ ചോദിച്ചു, കർത്താവിൽ നിന്നും പരിശുദ്ധ അമ്മയിൽ നിന്നും സന്ദേശങ്ങൾ ലഭിക്കുന്ന വസൂലയാണോ നിങ്ങൾ? ചില സ്നേഹിതരിൽ നിന്നും അവർ എന്നെപ്പറ്റി കേട്ടിരുന്നു. അത്ഭുതപ്പെട്ട് ഞാൻ പറഞ്ഞു, അതെ, അത് ഞാൻ തന്നെയാണ്. അവർ വീണ്ടും ചോദിച്ചു,
എൻ്റെ കുറച്ച് സ്നേഹിതർക്ക് താങ്കളുടെ കഥ കേൾക്കാനായി അവരെ നിങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരട്ടെയോ? അതൊരു നല്ല കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾ അതിനായി ഒരു തീയതിയും നിശ്ചയിച്ചു. അങ്ങനെ ആ ദിവസം കോളിംഗ് ബെൽ കേട്ട് ഞാൻ കതക് തുറന്നപ്പോൾ അവിടെ നിൽക്കുന്നത് ഏതാണ്ട് 30 പേർ. ഞങ്ങളുടെ വീട് ചെറുതായിരുന്നു. അവർ ആ ഡ്രോയിങ് റൂം നിറഞ്ഞിട്ട് പിന്നെ അടുക്കളയിലും ഹാളിലും വരെ ഇരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ എൻ്റെ കഥ പറയാൻ ആരംഭിച്ചു. എങ്ങനെയാണ് എല്ലാം തുടങ്ങിയതെന്ന് വിവരിച്ചു. ആദ്യം എൻ്റെ മാലാഖയുടെ കാര്യം, പിന്നെ പിതാവായ ദൈവത്തിൻ്റേത്, പിന്നെ യേശുവിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും. അവർ നിശബ്ദമായി ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. അവർക്കത് ബോധ്യപ്പെട്ടെന്നും വിശ്വാസമായെന്നും കാണിക്കാൻ ഇടയ്ക്കിടെ തലകുലുക്കുന്നുമുണ്ടായിരുന്നു. എനിക്ക് അഭിമുഖമായിരുന്ന സ്ത്രീ അവരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി. ദൈവികമായ പ്രത്യക്ഷീകരണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പ്രത്യേകമായും പുതുതായിട്ടുള്ളവ തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്ന വ്യക്തിയാണവർ. എൻ്റെ സംഭാഷണം കഴിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ അവർ സംസാരിച്ചു. വളരെ ആവേശഭരിതയായാണ് അവർ കാണപ്പെട്ടത്. അവർ സംസാരിക്കുമ്പോൾ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു സാക്ഷ്യമായിരുന്നു. ആ സന്ദേശങ്ങൾ വളരെ പ്രാധാന്യമുള്ളവയായി തോന്നുന്നു. എല്ലാവരും സമ്മതപൂർവ്വം തലകുലുക്കി. കർത്താവിൽ നിന്നുള്ള ഈ സന്ദേശങ്ങൾ അവരുമായി പങ്കുവയ്ക്കുവാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നതിനെ പറ്റിയും അവർ സംസാരിച്ചു. അവിടുത്തെ ഇടവക പള്ളിയുടെ പാരിഷ് ഹാളിൽ ഈ മീറ്റിംഗ് നടത്താമെന്ന് പിന്നീട് തീരുമാനിച്ചു. അവർ അവിടുത്തെ വൈദികനോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ അനുവാദവും വാങ്ങി. അതൊരു വലിയ സംഭവമാക്കാൻ തങ്ങൾ പരമാവധി പരിശ്രമിക്കുമെന്നും അവർ പറഞ്ഞു. ആദ്യത്തെ ആ പൊതു മീറ്റിങ്ങിന് ഏതാണ്ട് 1 മാസം മുമ്പ് ഞാൻ അടുക്കളയിലായിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എൻ്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. അടുക്കള വാതിലിൽ ഞാൻ അവിടുത്തെ സമീപത്തു കൂടെ കടന്നുപോയപ്പോൾ അവിടെ നിന്ന് നോക്കിയിട്ട് പതിയെ പറഞ്ഞു, ചെന്നായ്ക്കളുടെ ഇടയിൽ ചെമ്മരിയാടിനി എന്ന പോലെ നിന്നെ ഞാൻ പുറത്തേക്ക് അയക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് അപ്രത്യക്ഷനായി. എനിക്ക് ലഭിച്ച ആ പ്രാവിന്റെ ദർശനം ഞാൻ ഓർത്തു. ഈശോയുടെ വാക്കുകൾ ഞാനൊരു മുന്നറിയിപ്പായി എടുത്തു. എനിക്കത് എളുപ്പമായിരിക്കില്ല എന്നതിൻ്റെ ഒരു സ്ഥിരീകരണമായിരുന്നു ഇത്. അവിടുത്തെ ശിഷ്യത്വം കഠിനമായ പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടി വരുമെന്നുള്ളതിനെപ്പറ്റി അവിടുന്ന് പല പ്രാവശ്യം മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട്. പൊതുവേദിയിലുള്ള എൻ്റെ സാക്ഷ്യത്തിൻ്റെ ദിനം അടുത്തു വന്നതോടുകൂടി ഒരു പ്രലോഭനം എന്നിൽ കടന്നുകൂടി. എനിക്കെൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണോ? അല്ലലൊന്നുമില്ലാതെ സുഖമായി കഴിഞ്ഞിരുന്ന പഴയ കാലം അകന്നു പോവുകയാണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ ചില സ്നേഹിതരെ ഞാൻ ഉപേക്ഷിച്ചു. ഇഷ്ടവിനോദങ്ങളായി പെയിന്റിങ്ങും ടെന്നീസും ഉപേക്ഷിച്ചു. പാർട്ടികളിൽ പങ്കെടുക്കുന്നതിലും ബ്രിഡ്ജ് കളിക്കുന്നതിലുമൊക്കെ എനിക്ക് താല്പര്യം നഷ്ടപ്പെടുന്നു. ദൈവത്തിൽ നിന്ന് എൻ്റെ മനസ്സിനെ അകറ്റുന്ന എല്ലാറ്റിനോടുമുള്ള താല്പര്യം എനിക്കില്ലാതാവുകയാണ്. ഇതുപോലെയുള്ള ആളുകളെ ഞാൻ പരിഹസിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ അവരെ പോലെ ആയിരിക്കുകയാണോ? ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ വിശുദ്ധനാണെന്ന് ഭാവിക്കുന്ന ഒരു മതഭ്രാന്താണോ എനിക്ക് തോന്നുന്ന പോലെ ജീവിച്ചിരുന്ന ഞാനിപ്പോൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ നിർബന്ധിതയാവുകയാണോ? എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് നഷ്ടപ്പെടുകയാണോ? ദൈവത്തിൻ്റെ മുമ്പിൽ ആർക്കും തൻ്റെ ചിന്തകൾ മറയ്ക്കാനാവില്ലെന്ന് എനിക്കറിയാമായിരുന്നതുകൊണ്ട് ഈ വിഷയം കർത്താവിനോട് പറയാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ അവിടുത്തോട് പറഞ്ഞു, ആദ്യകാലത്ത് അവിടുന്ന് എന്നെ സമീപിക്കുന്നതിന് മുമ്പ് ഞാൻ ലൗകിക ജീവിതമാണ് നയിച്ചിരുന്നതെങ്കിലും അത് വളരെ സന്തോഷകരവും സമാധാനപൂർണവുമായിരുന്നു. എനിക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം എനിക്ക് ദുർവഹമായ ഭാരമായിരിക്കുന്നു. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഉത്തരവാദിത്തമാണ് എനിക്കേറെ ഭാരമായി തോന്നുന്നത്. കർത്താവ് കൂടെ കൂടെ അത് പറയുകയും ചെയ്യുന്നു, എൻ്റെ സന്ദേശം ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന്. നിന്റെ വചനം എൻ്റെ കർത്താവെ, അത് വളരെ ഭാരമേറിയതാണ്. എനിക്ക് എവിടെയാണ് സ്വാതന്ത്ര്യം ഇപ്പോൾ? ക്ഷമാശീലനായ ഒരു പിതാവിനെ പോലെ അവിടുന്ന് മറുപടി പറഞ്ഞു, ദൈവമായി ഞാൻ എന്താണ് സ്വാതന്ത്ര്യം എന്ന് നിനക്ക് മനസ്സിലാക്കി തരും. സ്വാതന്ത്ര്യം എന്നത് നിന്റെ ആത്മാവ് ലോകത്തിൻ്റെ എല്ലാ വ്യഗ്രതകളിൽ നിന്നും വിമുക്തമായി എന്നിലേക്ക് തന്നെ പറന്നുയരുന്നതാണ്. ദൈവമായി ഞാൻ വന്നു നിന്നെ സ്വതന്ത്രയാക്കി. ഇപ്പോൾ നീ സ്വതന്ത്രയാണ്. നീ ലോകത്തോട് ആസക്തിയിലായിരുന്നപ്പോൾ ലോകവ്യാമോഹങ്ങളുടെ തടവറയിലായിരുന്നു.
അതിൻ്റെ മായാമോഹങ്ങളുടെ തടവറയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിന്റെ ആത്മാവ് തുറന്നുവിട്ട പ്രാവിനെ പോലെ സ്വതന്ത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ടവളെ, നീ കൂട്ടിലടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. കൂട്ടിൽ. അതുകൊണ്ടിപ്പോൾ നിന്റെ ആത്മാവ് ഒന്ന് സ്വതന്ത്രമായി പറക്കട്ടെ. എൻ്റെ എല്ലാ ആത്മാക്കൾക്കും ഞാൻ നൽകിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നിന്റെ ആത്മാവും അനുഭവിക്കട്ടെ. എന്നാൽ ഞാൻ സമ്മാനിക്കുന്ന ഈ കൃപ എത്രയോ പേരാണ് നിരസിച്ചു കളയുന്നത്. ഇനിയും പിടിക്കപ്പെടാനും കെട്ടിക്കൂട്ടിലടയ്ക്കപ്പെടാനും നീ നിന്നുകൊടുക്കരുത്. കാരണം ഞാൻ നിന്നെ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. ഏപ്രിൽ 23, 1987. എനിക്കിത് മുഴുവൻ പെട്ടെന്നങ്ങ് മനസ്സിലായില്ല. എന്നാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ ദൈവത്തിൻ്റെ ആത്മാവുള്ളത് അവിടെ യഥാർത്ഥ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. ദൈവം സംസാരിക്കുമ്പോൾ അവിടുന്ന് ഒരിക്കലും ഇരുൾ നിറഞ്ഞ കോണുകളിൽ നിന്ന് സംസാരിക്കുകയില്ലെന്ന് ഞാൻ പഠിച്ചു. എന്നാൽ മുഴുപ്രകാശത്തിലും തികഞ്ഞ സുതാര്യതയിലുമാണ് അവിടുന്ന് സത്യത്തെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് വെളിപ്പെടുത്തുന്നത്. നാം ചോദിക്കുന്നതെല്ലാം നമുക്ക് നൽകാൻ അദമ്യമായ ആഗ്രഹത്തോടെ അവിടുന്ന് സദാ സന്നദ്ധനാണ്. നാം ചോദിക്കുന്നതിലും വളരെ കൂടുതൽ നൽകുന്നവനാണ് അവിടുന്ന്. അവിടുന്ന് എത്രയോ ഔദാര്യവാനാണ്. എങ്ങനെയാണ് ദൈവത്തെ അവിടുന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹിക്കേണ്ടതെന്ന് ഞാൻ ഇനിയും പഠിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. വ്യവസ്ഥകളില്ലാതെയും അതിരുകളില്ലാതെയും സ്നേഹിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ എൻ്റെ ആദ്യത്തെ പൊതുസമ്മേളനത്തിൻ്റെ ദിവസം വന്നണഞ്ഞു. ഒരു പ്രസംഗപീഠത്തിൽ കയറി അന്നുവരെ ഞാൻ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വല്ലാതെ ഭയമായിരുന്നു. ഞാൻ പാരിഷ് ഹാളിലെത്തിയപ്പോൾ ഏതാണ്ട് 300ഓളം ആൾക്കാരുണ്ട് അവിടെ. അവരെല്ലാം കൂടി കണ്ടപ്പോൾ ഞാൻ പരിഭ്രമിച്ചു പോയി. ഞാൻ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് കയറി അവിടുത്തെ വലിയ ക്രൂശിത രൂപത്തിനു മുമ്പിൽ മുട്ടുകുത്തി. അവിടുത്തോട് ഞാൻ വിലപിച്ചു, കർത്താവെ, എന്താണ് ഞാൻ പറയുക? കണ്ടാലും എന്തൊരവസ്ഥയിലാണ് നീ എന്നെ എത്തിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ സംസാരിക്കേണ്ടത്? എന്താണ് പറയേണ്ടത്? ഇതിനു മുമ്പൊരിക്കലും ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ നെടുവീർപ്പെട്ടു. ദൈവമേ, എനിക്ക് നിന്റെ സഹായം വേണം. എന്തൊരു സ്ഥിതിയിലാണ് നീ എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്ന് കാണണമേ. ഇങ്ങനെയൊരു കാര്യം ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം പരുങ്ങലിലാകും. അവിടുത്തെയും അത് പരുങ്ങലിലാക്കും. അങ്ങനെ സംഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. എൻ്റെ ഈ ഭയവും അരക്ഷിതാവസ്ഥയും എന്നിൽ നിന്ന് എടുത്തു മാറ്റുക. എൻ്റെ അധരങ്ങളെ അങ്ങ് സ്പർശിക്കുക. അങ്ങനെ ശക്തിപ്പെടുത്തണം. ഞാൻ സംസാരിക്കേണ്ട വാക്കുകൾ എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിക്കുക. എനിക്കിപ്പോൾ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർഷം ആവശ്യമാണ്. അങ്ങനെ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. അങ്ങയെ പരിഹാസപാത്രമാക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഓർത്തു, എത്ര പ്രാവശ്യമാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്, ഭയപ്പെടേണ്ട, ഞാനാണ് നിന്നെ നയിക്കുന്നത്. നീ ഒരിക്കലും എന്നെ വിട്ടുപോകുകയില്ല. നിനക്ക് കുറവുള്ളത് ഞാൻ നികത്തും. എൻ്റെ വചനം നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിന്റെ സംസാരം ഞാൻ സമ്പുഷ്ടമാക്കും. നിന്റെ സംസാരം എൻ്റെ തന്നെ സംസാരമായിരിക്കും. അപ്പോൾ തന്നെ കർത്താവിൻ്റെ മറുപടി കേട്ടു. അവിടുന്ന് എന്നോട് ആജ്ഞാപിച്ചു, എന്നെ മഹത്വപ്പെടുത്തുവാനുള്ള സമയമായിരിക്കുന്നു, പോവുക. ഞാൻ എഴുന്നേറ്റ് നേരെ പാരിഷ് ഹാളിലേക്ക് നടന്നു. ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ തലയിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എൻ്റെ പരമാവധി പരിശ്രമിക്കണം. കർത്താവ് എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് കഴിയുന്നത് മുഴുവൻ ചെയ്യുക, ശേഷം ഞാൻ ചെയ്യും. ഇത് അവിടുന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ നടക്കുകയായിരുന്നില്ലെന്ന് എനിക്ക് തോന്നി. സ്വപ്നത്തിലെന്ന പോലെ സാവകാശം ഞാൻ മുന്നോട്ട് തെന്നി നീങ്ങുകയായിരുന്നു. അതിശയകരമായ ഒരു സമാധാനം എന്നിൽ നിറയുന്നതായി എനിക്ക് മനസ്സിലായി. ചെറുചൂടുള്ള ഒരു ദ്രാവകം തലയുടെ അറ്റം മുതൽ പാദം വരെ ശരീരത്തിലെ ഓരോ അംശവും നിറച്ചുകൊണ്ട് ചൊരിയപ്പെടുന്നത് പോലെയായിരുന്നു അത്. അവിടുന്ന് തൻ്റെ ചുടുശ്വാസം എന്നിലേക്ക് നിശ്വസിച്ചുകൊണ്ട് എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസം നൽകി. എൻ്റേതല്ലാത്ത ഒരു പ്രാപവും അധികാരവും എനിക്ക് നൽകുന്നത് പോലെയായിരുന്നു അത്. എൻ്റെ ആത്മാവിൽ വലിയ സമാധാനം എനിക്ക് അനുഭവപ്പെട്ടു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവിടുന്ന് എൻ്റെ മേൽ ചൊരിയുകയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കത് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഞാൻ വായ് തുറന്നപ്പോൾ വാക്കുകൾ ഒഴുകുകയായിരുന്നു. സംസാരിക്കുന്നത്
ഞാൻ തന്നെ കേൾക്കുന്നത് പോലെയായിരുന്നു. കാരണം സംസാരിക്കുന്നത് ഞാനല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഞാൻ നയിക്കപ്പെടുകയായിരുന്നു. കാരണം സ്വന്തം നിലയിൽ അങ്ങനെയൊന്നും നടത്തുക എനിക്ക് അസാധ്യമായിരുന്നു. പലരുടെയും ഹൃദയം നുറുങ്ങി. എൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു, വസുല, നിന്നെ ഇതിനു മുമ്പൊരിക്കലും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. വെള്ളത്തിൽ മത്സ്യമെന്ന പോലെയായിരുന്നു നീ. നിന്റെ ആ പ്രസംഗം കേട്ടാൽ നീ സ്ഥിരം പ്രസംഗിക്കുന്ന ആളാണെന്ന് തോന്നുമായിരുന്നു. ഞാൻ വേദപാഠമോ തിയോളജിയോ ഒന്നും പഠിച്ചിട്ടില്ലെന്നും ഇതിനു മുമ്പ് പൊതുവേദിയിൽ പ്രസംഗിച്ചിട്ടില്ലെന്നും അവൾക്കറിയാമായിരുന്നു. ഇതിനുശേഷം പതിവായി എൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. സ്വിറ്റ്സർലൻഡിൽ മാസത്തിലൊരു തവണ ഈ പരിപാടി നടത്തിയിരുന്നു. പ്രാർത്ഥനാ സമ്മേളനവും അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഈ പ്രാർത്ഥനാ സമ്മേളനങ്ങൾ പെട്ടെന്ന് തന്നെ ധാരാളം ആളുകൾക്ക് ആനന്ദത്തിനും മാനസാന്തരത്തിനും കാരണമായി തീർന്നു. ആളുകൾ കൂടി വന്നുകൊണ്ടിരുന്നു. അധികം താമസിയാതെ ഏകദേശം 2000-ഓളമായി. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ബസ് നിറച്ച ആളുകൾ വന്നുകൊണ്ടിരുന്നു. കർത്താവ് ഓരോരുത്തരെയും വിളിച്ചു. അവർ അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ സുഹൃത്തുക്കളെയും കൂടി കൊണ്ടുവന്നു. രോഗികളെയും പിശാചുബാധിതരെയും അവർ കൊണ്ടുവന്നു. ധാരാളം രോഗശാന്തികൾ സംഭവിച്ചു. യേശുവിന് അവിടുത്തെ കൃപ എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിന് ഒരു മടിയും ഇല്ലായിരുന്നു. അവിടുത്തെ നോക്കി ഒരു നിസാര പുഞ്ചിരി മതി. അവിടെ നിന്നെല്ലാം മറക്കുകയും പൊറുക്കുകയും ചെയ്യും. ഒരു ഖേദത്തിന്റെ, ഒരു പുനർചിന്തനത്തിന്റെ നെടുവീർപ്പ്. അതുമതി സ്വർഗം മുഴുവൻ ആനന്ദിക്കാനും ആഘോഷിക്കാനും. ഇതാ അവിടുത്തെ വാക്കുകൾ. ഞാൻ എൻ്റെ രക്ഷകനെ അന്വേഷിച്ചു, എന്നാൽ കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞ് ഈ ഊഷരഭൂമിയിൽ എപ്പോഴും തെറ്റിലകപ്പെടുന്ന ജനങ്ങളെ വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കണ്ടെത്തുക. ഹൃദയ നൈർമല്യത്തിൽ എന്നെ കണ്ടെത്തുക. സ്വാർത്ഥതയില്ലാതെ സ്നേഹിച്ചുകൊണ്ട് എന്നെ കണ്ടെത്തുക. ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന പരിത്യാഗം അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ കണ്ടെത്തുക. എൻ്റെ കൽപ്പനകൾ അനുഷ്ഠിച്ചുകൊണ്ട് എന്നെ കണ്ടെത്തുക. ഹൃദയലാളിത്യത്തിൽ എന്നെ കണ്ടെത്തുക. ഇനിയും പാപം ചെയ്യരുത്. തിന്മ പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കുക. നന്മ ചെയ്യാൻ പഠിക്കുക. നീതിക്കായി അന്വേഷിക്കുക. പീഡിതരെ സഹായിക്കുക. ഈ വിജനതയും ഈ ശുഷ്കതയും വിജയോത്സവത്തിന് വഴിമാറട്ടെ. നിന്റെ മരവിപ്പ് തീക്ഷ്ണമായ തീജ്വാലയെ കത്തിയുയരട്ടെ. നിന്റെ ഉദാസീനത ഉപേക്ഷിക്കുക. പകരം തീക്ഷ്ണത നിറയട്ടെ. ഇതെല്ലാം നിവൃത്തിയാക്കുക. അപ്പോൾ നിനക്ക് പറയാൻ കഴിയും, ഞാൻ എൻ്റെ രക്ഷകനെ തേടി അവനെ കണ്ടെത്തുകയും ചെയ്തു. സദാസമയം അവൻ എൻ്റെ ചാരത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ അന്ധകാരത്തിൽ എനിക്കവനെ കാണാൻ കഴിഞ്ഞില്ലെന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എങ്ങനെയാണ് ഞാൻ ഇത്രത്തോളം അന്ധനായി പോയത്? അപ്പോൾ നീ ജീവിക്കേണ്ടതിന് എൻ്റെ ആദർശങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കുകയും നീതി പോലെ പരിപാലിക്കുകയും ചെയ്യേണ്ടതെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തും. ഓഗസ്റ്റ് 9, 1989. ലോകം മുഴുവൻ ഇത്ര വേഗത്തിൽ ഈ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് കണ്ട് അമ്പരന്നുപോയ എൻ്റെ സുഹൃത്തുക്കൾ ഇതിനെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ചോദിക്കാൻ ആരും മുതിരരുത്. അവിടുത്തെ ദൃഷ്ടിയിൽ ഈ ഭൂമി മുഴുവനും കൂടി എടുത്താലും സ്കെയിൽ തുമ്പിലെ ധൂളി പോലെയോ പ്രഭാതത്തിൽ നിരത്തിൽ കാണുന്ന മഞ്ഞുതുള്ളി പോലെയേ ഉള്ളൂ. എന്നിരുന്നാലും ദൈവം എല്ലാവരോടും കരുണ കാണിക്കുന്നു. കാരണം അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ്. നാം അനുതപിക്കുന്നെങ്കിൽ നമ്മുടെ എല്ലാ പാപങ്ങളും അവിടുന്ന് പൊറുക്കുന്നു. മുകളിൽ സ്വർഗത്തിൽ ഇതിന്റെ പ്രവർത്തനം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവം ഉദാരമായി നൽകുകയായിരുന്നു. കൃപകൾ വർഷിച്ചുകൊണ്ടിരുന്നു. ദൈവത്തോട് മറുതലിക്കാത്ത പക്ഷം ആരും അവിടുത്തെ ഭയപ്പെടേണ്ടതില്ല. ദൈവം എല്ലാവരോടുമായിട്ടാണ് സംസാരിക്കുന്നത്. ഏത് മതത്തിൽപ്പെട്ടതാണെന്നോ ഏതു ചുറ്റുപാടുകളിൽ നിന്നുള്ളവനാണെന്നോ നോക്കുന്നില്ല. വൈദികരും കന്യാസ്ത്രീകളും ഞങ്ങളുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ വന്ന് സംബന്ധിക്കാനും സന്ദേശങ്ങൾ ശ്രദ്ധിക്കാനും തുടങ്ങി. എല്ലാവർക്കും ഹൃദയത്തിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവപ്പെട്ടു. നമ്മുടെ ദൈവം പോയ കാലത്തെ ഒരു ദൈവമല്ല, ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ ആളുകളെ ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. നമ്മുടെ ദൈവം ബാഗൊക്കെ പൂട്ടിക്കെട്ടി വിശ്രമിക്കാൻ പോയിരിക്കുകയല്ല. അവിടുന്ന് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും കാര്യത്തിലും കരുതലുള്ള പിതാവാണ്.
അവിടുന്ന് ശാന്തശീലനും ആർദ്രഹൃദയനുമാണ്. യേശു ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റതാണ്. അതൊരിക്കലും ഒരു കെട്ടുകഥയല്ല. ഏതാനും മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പേര് സ്വിറ്റ്സർലൻഡിലെങ്ങും ഒച്ചപ്പാടിന് കാരണമായി. അവിടെ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്കും ബാധിച്ചു. സന്ദേശങ്ങളുടെ കോപ്പികൾ എടുത്ത് പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ വരുന്നവർക്ക് വിതരണം ചെയ്യാറുണ്ടായിരുന്നു. നമ്മുടെ കർത്താവും എൻ്റെ കാവൽ മാലാഖയും മുൻകൂട്ടി പറഞ്ഞിരുന്നതുപോലെ സന്ദേശങ്ങളുടെ സ്വാധീനം വ്യക്തമായി തുടങ്ങി. കാട്ടുതീ പോലെയാണ് അത് പടർന്നത്. വിശ്വാസം ക്ഷയിച്ചിരുന്നവർ വിശ്വാസത്തിൽ ആഴപ്പെട്ടു. വിശ്വാസമില്ലാതിരുന്നവർ യേശുവിനെ കണ്ടെത്തി അവിടുത്തെ സ്വീകരിച്ചു. ആളുകൾ കുംഭസാരത്തിന് ഓടിയണയാൻ തുടങ്ങി. വിശുദ്ധ കുർബാന സ്വീകരണവും പതിവാക്കി. പ്രാർത്ഥനയില്ലാതിരുന്നവർ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥം വായിക്കാത്തവർ വചനവായനയിൽ മുഴുകി. ബൈബിൾ തുടക്കം മുതൽ വായിക്കാൻ ആരംഭിച്ചു. അതുമിതും കാരണങ്ങളുടെ പേരിൽ ഇടവക ദേവാലയങ്ങളിൽ നിന്ന് വിട്ടുനിന്നവർ ദൈവത്തെ കണ്ടുമുട്ടി ഇടവകയിലെ കൗദാശിക ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ദൈവം അവിടുത്തെ സ്വർഗീയ നിക്ഷേപങ്ങളുടെ വാതിൽ മലർക്കെ തുറന്നിടുകയായിരുന്നു. ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഈ സ്വർഗീയ മഞ്ഞ രുചിക്കാനും അത് ഭക്ഷിച്ച് നവോന്മേഷം പ്രാപിക്കാനും സുഖപ്പെടാനും വേണ്ടി. എവിടെയെല്ലാം ആത്മാവിൽ മൃതരായവരെ കണ്ടുമുട്ടിയാലും യാതൊരു മടിയും കൂടാതെ അവരെ അവിടുന്ന് ഉയർപ്പിക്കും. അവിടുത്തെ കൃപയുടെ നേരെ അവരുടെ ഹൃദയം തുറന്നിരുന്നാൽ മതി. അവിടുന്ന് മറക്കാനും പൊറുക്കാനും സദാ സന്നദ്ധനാണ്. ദൈവത്തിന്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിപ്പിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. 2 കോറിന്തോസ് 3:18. ഈ വചനങ്ങൾ ക്രമാനുഗതമായി പ്രചരിച്ചപ്പോൾ ഫ്രീബർഗിലെ ബിഷപ്പിന്റെ ചെവികളിലും അതെത്തി. അദ്ദേഹത്തിന് ഇത്ര വലിയ പ്രാർത്ഥനാ സമ്മേളനങ്ങളെപ്പറ്റിയും അവ എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തപ്പെടുന്നതെന്നും അതിനാൽ എന്നെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്നുമൊക്കെ കാണിച്ച് കത്തുകൾ ലഭിച്ചു. ബിഷപ്പ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വളരെ വിവേകപൂർവം ഇതിനെപ്പറ്റി അന്വേഷണം നടത്താനും സന്ദേശങ്ങളെക്കുറിച്ച് പഠിക്കാനുമായി ഒരു വൈദികനെ നിയോഗിച്ചു. അദ്ദേഹം ഇംഗ്ലണ്ടുകാരനായ ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം എന്നോട് ബന്ധപ്പെട്ടിട്ട് വേറൊരു വൈദികനെയും കൂട്ടി എൻ്റെ വീട്ടിൽ വന്ന് ഞാനുമായി സംസാരിച്ചു. ഞങ്ങളുടെ സംഭാഷണത്തിനിടയ്ക്ക് ഒരു നിമിഷം പെട്ടെന്ന് അദ്ദേഹം സംസാരം നിർത്തി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എൻ്റെ മുഖത്തു തന്നെ തറച്ചു നിന്നു. അദ്ദേഹം തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. കൂടെ വന്ന വൈദികൻ ചോദിച്ചു, അങ്ങ് പ്രത്യേകിച്ചെന്തെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ട്, ഞാൻ ഈശോയുടെ തിരുമുഖം ഇവരുടെ മുഖത്ത് കാണുകയാണ്. അവിടുത്തെ ശിരസിൽ മുൾക്കിരീടമുണ്ട്. അവിടുന്ന് എന്നെ നോക്കി സങ്കടത്തോടെ പുഞ്ചിരിക്കുന്നു. ഈ പ്രതിഭാസം, ഇതിനെപ്പറ്റി ഇനിയുള്ള അധ്യായങ്ങളിൽ വിവരിക്കാം. ഈശോ തരുന്ന ഒരടയാളമാണ്. എനിക്ക് വ്യക്തിപരമായി അതിൻ്റെ മേൽ ഒരു നിയന്ത്രണവുമില്ല. ഇങ്ങനെ പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ആ വൈദികൻ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ക്രിസ്തു എനിക്കിങ്ങനെ കാണപ്പെട്ടത്? എന്താണ് അവിടുന്ന് ദുഃഖിതനായിരിക്കുന്നത്? സത്യമായും എനിക്ക് അറിഞ്ഞുകൂടെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പോയപ്പോൾ സന്ദേശങ്ങൾ അടങ്ങിയ നോട്ട് ബുക്കുകളുടെ ഫോട്ടോ കോപ്പികൾ കൊണ്ടുപോയി. ബിഷപ്പ് ആവശ്യപ്പെട്ടിരുന്നത് പോലെ സന്ദേശങ്ങളെക്കുറിച്ച് പഠിക്കാനായിരുന്നു അത്. കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായ യാതൊന്നും സന്ദേശങ്ങളിൽ ഒരിടത്തും കണ്ടില്ലെന്നും തിരുവചനങ്ങളോടും സഭാ പാരമ്പര്യങ്ങളോടും ഒത്തുപോകുന്നതാണ് അവയെന്നും കാണിച്ച് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കത്തെനിക്ക് കിട്ടി. സന്ദേശങ്ങളിലെല്ലാം വിനയവും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബിഷപ്പിനെ ഇന്ന് യാദൃശ്ചികമായി കണ്ടെന്നും സന്ദേശങ്ങളെപ്പറ്റി ബിഷപ്പ് അന്വേഷിച്ചെന്നും ആ വൈദികൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സന്ദേശങ്ങളുടെ സാരാംശം ദൈവിക സ്രോതസ്സിൽ നിന്നാണെന്ന് അദ്ദേഹം ബിഷപ്പിനോട് മറുപടി പറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. ബിഷപ്പ് ഞെട്ടിപ്പോയി. അങ്ങനെയൊരു മറുപടി അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് അദ്ദേഹത്തിനത്ര തൃപ്തികരവുമായിരുന്നില്ല. ഇതുപോലൊരു ക്രിയാത്മകമായ അന്വേഷണവും നല്ല റിപ്പോർട്ടും കിട്ടിയെങ്കിലും ബിഷപ്പ് എനിക്കെതിരെ തിരിയുകയും സ്വിറ്റ്സർലൻഡിലെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞെരുക്കുകയുമാണ് ഉണ്ടായത്. എനിക്ക് എളിമയില്ല. ഞാൻ സ്വയം ഒരു തിയോളജിയൻ ചമയുകയാണ്. സ്വന്തമായി ഒരു സമാന്തര സഭയുണ്ടാക്കാനുള്ള നീക്കത്തിലാണ് ഞാൻ. ഇങ്ങനെ ധാരാളം കിംവദന്തികൾ പ്രചരിച്ചുകൊണ്ടിരുന്നു. ഇത് വത്തിക്കാനിലും എത്തി.
അങ്ങനെ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. കർത്താവിൻ്റെ മുന്നറിയിപ്പ് വീണ്ടും എൻ്റെ ചെവികളിൽ മുഴങ്ങി. നീ എൻ്റെ ബലിമൃഗമായിരിക്കും, നീ എൻ്റെ ഉന്നവുമായിരിക്കും. വേട്ടമൃഗത്തിൻ്റെ പിന്നാലെ വേട്ടക്കാരൻ എന്ന പോലെ അവർ നിന്നെ പിന്തുടരും. നിന്നെ തുരത്താനായി ആയുധങ്ങളെടുക്കും. നിന്നെ നശിപ്പിക്കുന്നവർക്ക് വൻതുക വാഗ്ദാനം ചെയ്യും. ഏപ്രിൽ 23, 1987. ആ സമയത്ത് ഞാൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ജനീവയുടെ മെത്രാപ്പോലീത്തയെ കാണാനിടയായി. എന്നെപ്പറ്റി അറിയാൻ താല്പര്യപ്പെട്ട് അദ്ദേഹം തന്നെ എന്നെ കാണുകയായിരുന്നു എന്ന് പറയാം. ലൂസാന്തായിലെ ഓർത്തഡോക്സ് പള്ളിയിൽ സന്ദർശനത്തിനെത്തിയതായിരുന്നു അദ്ദേഹം. ഞാൻ ലൂസാന്തയിലായിരുന്നു അപ്പോൾ താമസം. പള്ളിയിൽ എന്നെ കണ്ടപ്പോൾ വളരെ തുറന്ന മന്ദഹാസത്തോടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എന്നെ ക്ഷണിച്ചു. എന്നെ പരിചയപ്പെട്ട ചിലർ ഞാനുമായി സംസാരിക്കണമെന്ന് മെത്രാപ്പോലീത്തയോട് പറഞ്ഞിരുന്നു. എൻ്റെ കഥ സംക്ഷിപ്തമായി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം വളരെ പ്രസന്നനും വിനയാന്വിതനുമായി കാണപ്പെട്ടു. എന്നെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായെങ്കിലും പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരുമായ സഹോദരങ്ങളോടൊത്ത് പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ ഓർത്തഡോക്സ് സഭാംഗങ്ങളെയും പങ്കെടുപ്പിക്കുന്നതിനെപ്പറ്റി അദ്ദേഹത്തോട് സമ്മതമാരാഞ്ഞു. ഈ സന്ദേശങ്ങളുടെ ഏറ്റവും പ്രധാന ദൗത്യം തന്നെ വ്യത്യസ്ത സഭകളെ ഒന്നിച്ചു കൊണ്ടുവരിക എന്നതാണെന്നും മെത്രാപ്പോലീത്തയോട് ഞാൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു എതിർപ്പുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഊഷ്മള ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല. ഫ്രീബർഗിലെ ബിഷപ്പ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ സമ്മേളനങ്ങളും പൂട്ടിക്കെട്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സമ്മേളനങ്ങളിൽ പതിവായി വന്നുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട വൈദികർക്ക് ബിഷപ്പിന്റെ തീരുമാനത്തിന്റെ കാരണം മനസ്സിലായില്ല. എങ്കിലും അവർക്ക് അധികാരത്തെ അനുസരിക്കണമായിരുന്നു. എന്നിരുന്നാലും സന്ദേശങ്ങൾ പ്രചരിച്ചുകൊണ്ടിരുന്നു. ഒരു രാത്രിയിൽ അവിടുന്ന് എനിക്കൊരു ദർശനം തന്നു. ഞാനൊരു സർപ്പത്തെ കണ്ടു, ഭീമാകാരമായ ആനക്കൊണ്ടയെ പോലെ ഇരിക്കുന്നത്, അഥവാ അതിനേക്കാളും വലിപ്പമുള്ളത്. അതിൻ്റെ തല ഒരു വലിയ പട്ടിയുടെ തലയോളമുണ്ട്. എൻ്റെ ഭയം ഊഹിക്കാനേ വയ്യ, കാരണം അതെന്നെ ചുറ്റിപ്പിണയാൻ തുടങ്ങി. അതിൻ്റെ തല എൻ്റെ വളരെ അടുത്തു വന്നു. അതിൻ്റെ ദ്രംഷ്ടകൾ എനിക്ക് കാണാമായിരുന്നു. അതിൻ്റെ വലതു കൈയിൽ പിടുത്തമിട്ടു. എൻ്റെ 3 വിരലുകൾ അതിൻ്റെ വായ്ക്കകത്തായി. ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾ കുരിശു വരയ്ക്കാൻ ഉപയോഗിക്കുന്ന വിരലുകൾ. എൻ്റെ വിരലുകൾ ശക്തിയായി ഈമ്പിക്കുടിച്ചുകൊണ്ട് ബലമായി പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കഠിനമായി വേദനിച്ചു. ആ വേദനയിൽ ഞാൻ ഉറക്കമുണർന്നു. വേദന യഥാർത്ഥമായിരുന്നു, കാരണം ഉണർന്നു കഴിഞ്ഞും അത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ആ ദുസ്വപ്നത്തിൻ്റെ പിറ്റേന്ന് ജനീവ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. അതു സഭൈക്യവാരത്തിലായിരുന്നു. ഞങ്ങളുടെ മീറ്റിംഗ് ഉച്ച കഴിഞ്ഞ ഉടനെയായിരുന്നു. അന്നു തന്നെ മെത്രാപ്പോലീത്തായ്ക്കും അവിടെ അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഞങ്ങളുടെ മീറ്റിംഗ് കഴിഞ്ഞ് വൈകുന്നേരമായിരുന്നു. ഞങ്ങളുടെ സമ്മേളനം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൻ്റെ സമയമാകാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഞങ്ങളുടെ സമ്മേളനത്തിന് ഏകദേശം 2000-ഓളം ആളുകൾ പങ്കെടുത്തുന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അസഹ്യതയായി. കാരണം അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ വളരെ ചെറിയൊരു ആൾക്കൂട്ടമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മെത്രാപ്പോലീത്തയോട് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തി. ആൾക്കാരെ അദ്ദേഹത്തിൽ നിന്ന് മാറ്റിയെടുത്ത് ഒരു സമാന്തര സഭയുണ്ടാക്കുകയാണ് എൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നവളെന്ന് എന്നെ കുറ്റപ്പെടുത്തി. അടുത്ത ദിവസം എൻ്റെ കസിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വസുല, നിന്നെ സഭയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികൾ നടക്കുന്നു എന്നൊരു വാർത്ത ഗ്രീക്കുകാരുടെ ഇടയിൽ കേൾക്കുന്നുണ്ട്. സൂക്ഷിച്ചിരിക്കണം. കുറച്ച് നാളത്തേക്ക് അധികമൊന്നും പ്രവർത്തിക്കേണ്ട. കുറച്ച് സമയത്തേക്ക് ചെറിയ ലെവലിൽ പോകട്ടെ. എന്ത് കാരണത്തിൻ്റെ പേരിലാണ് അവരെന്നെ പുറത്താക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അവരുടെ വാദമുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്തായാലും നിന്റെ സമ്മേളനങ്ങൾക്ക് കിട്ടുന്ന ഈ ജനസമ്മതി അവർക്കത്ര രസിക്കുന്നില്ല. പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്തുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? ആളുകൾ പ്രാർത്ഥിക്കാനായി ഒത്തുകൂടുന്നത് നിർത്താനാണോ അവർ ശ്രമിക്കുന്നത്? ഏതാനും ദിവസം കഴിഞ്ഞ് എനിക്ക് ബിയാട്രീസിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തി. ഈ ബിയാട്രീസാണ് ബംഗ്ലാദേശിൽ വെച്ച് ദിയാങ്കിലേക്ക് എന്നെ അനുയാത്ര ചെയ്തത്. സ്വിറ്റ്സർലൻഡിലേക്ക് വരികയും ജനീവയിലെ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്ന അവൾ എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് കുറച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ
കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കീസിനെ സന്ദർശിച്ച് ചർച്ചകൾക്കായി പോയിട്ടുണ്ട്. അവർ കുറച്ച് വത്തിക്കാൻ പ്രതിനിധികളുമായി ചർച്ച നടത്തും. നിന്റെ സന്ദേശത്തിൽ വിശ്വസിക്കുന്ന ഇവിടെയുള്ള ഒരു ഓർത്തഡോക്സ് വൈദികനെ പറ്റി ഒരിക്കൽ ഞാൻ പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യയും അവ വായിക്കുന്നുണ്ട്. അവർക്കും വിശ്വാസമാണ്. അവരൊരു ദൈവശാസ്ത്രജ്ഞയാണ്. ഇവിടെ ജോലി ചെയ്യുന്നവരിൽ ചിലർ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിൽ അവർക്ക് വേവലാതിയുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിളിന് പോകുന്ന വഴിക്ക് ഒരു ഓർത്തഡോക്സ് വൈദികൻ അവിടെ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ ഇവരെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ വസുലായുടെ കാര്യം കണ്ടാലും അവർ ഒരു തിയോളജിയൻ കളിക്കുകയാണ്. അവർ ഇക്കാര്യം പാത്രിയാർക്കീസുമായി ചർച്ച ചെയ്യും. ആ തിയോളജിയനെ സഭയ്ക്ക് പുറത്താക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈ രീതിയിൽ സംഭവിക്കണമെന്നാണ് നിന്റെ ഹിതമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. എന്നാൽ നീ ഇത് അനുവദിക്കുന്നതല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ എന്നെ പൂർണ്ണമായി അവിടുത്തെ തിരുഹിതത്തിന് സമർപ്പിച്ചു. സന്ദേശങ്ങൾക്ക് ഇതിനോടകമുണ്ടായിട്ടുള്ള സ്വാധീനം എനിക്കറിയാം. എന്നെ തടയാൻ സാത്താൻ എത്രയധികമായി ആഗ്രഹിക്കുന്നു. സഭാധികാരികളിൽ എന്നെക്കുറിച്ച് ഭിന്നാഭിപ്രായം സൃഷ്ടിക്കുകയാണവൻ, എൻ്റെ സാധ്യതകൾ കുറയ്ക്കാൻ. എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് സന്തോഷം നിറഞ്ഞു. റിസീവർ താഴെയിട്ടിട്ട് ഞാൻ ചാടി എഴുന്നേറ്റു. ആനന്ദത്താൽ നൃത്തം വച്ചുകൊണ്ട് ഞാൻ തുള്ളിച്ചാടി. സാത്താൻ പേടിക്കുക, എത്ര അതിശയകരമാണത്! അതിനർത്ഥം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അവന് വിനാശകരമാണെന്നാണ്. അവന് യഥാർത്ഥത്തിൽ ഒരു ഭീഷണിയാണ് ഞാൻ. സാത്താന്റെ അപകടകാരിയായ ശത്രുവായിരുന്നുകൊണ്ട് കർത്താവിനു വേണ്ടി വേല ചെയ്യുന്നത് എത്രയോ അതിശയകരമാണ്. സഭയെ തകർക്കാൻ നടക്കുന്ന സാത്താനെതിരെ പോരാടുന്ന കർത്താവിന്റെ ഒരു ഉപകരണമാകുന്നത് എത്രയോ മഹത്തരം. ആർപ്പ് വിളിക്കുക. ആ സർപ്പത്തെ പറ്റിയുള്ള സ്വപ്നം അങ്ങനെ യാഥാർത്ഥ്യമായി. ആ ഘോര സർപ്പം ഞാൻ കുരിശു വരയ്ക്കാൻ ഉപയോഗിക്കുന്ന 3 വിരലുകൾ നശിപ്പിക്കാൻ എന്നെ സഭയിൽ നിന്ന് പുറത്താക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ ആ മീറ്റിംഗ് നടന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ല. അതിനെക്കുറിച്ച് ഒരു പരാമർശവും കൂടാതെ അവർ തിരിച്ചു പോന്നു. എല്ലാം കെട്ടടങ്ങി. എന്നിരുന്നാലും ചില ഓർത്തഡോക്സ് വൈദികർ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് കുടുംബമില്ലേ? അതുകൊണ്ട് പോയി ഭർത്താവിനെയും കുടുംബത്തെയും പരിപാലിക്കുക. കുടുംബ ബന്ധവും അടുക്കളക്കാര്യവും ശ്രദ്ധിക്കുക. ഈ സഭാകാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിട്ടേക്കുക. അപ്പോൾ ഞാനിങ്ങനെ പറയും, അവസാന വിധി നാളിൽ എനിക്ക് വേണ്ടി മറുപടി പറയാൻ നിങ്ങൾ കാണുകയില്ല. ഇപ്പോൾ നിങ്ങളെ ഞാൻ അനുസരിച്ചാൽ അന്ന് കർത്താവിനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഞാൻ അവിടുത്തെ അനുസരിക്കാതിരുന്നതെന്നും എന്തുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞു തന്നതും ആവശ്യപ്പെട്ടതുമായ കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരുന്നതെന്നും. എല്ലായിടത്തും വിശ്വാസം ക്ഷയിച്ചു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ആളുകൾ സഭ ഉപേക്ഷിച്ചു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതൊന്നും നിങ്ങൾക്ക് മതിയായ സൂചനകളല്ലേ? അവിടുത്തെ മുന്തിരിത്തോപ്പ് അവഗണിക്കപ്പെട്ട് ഉണങ്ങി വരണ്ടു കിടക്കുന്നു. ഈ കാരണത്താലാണ് ക്രിസ്തു അവിടുത്തെ അധികാരശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് ഒന്നുമല്ലാത്തവരായ എന്നെ പോലുള്ളവരെ വിളിച്ചു രൂപപ്പെടുത്തി അവിടുത്തെ ഉപകരണങ്ങളാക്കി ഉപയോഗിക്കുന്നത്. ക്രൈസ്തവമല്ലായി തീർന്ന ഒരു സമൂഹത്തെ വീണ്ടും ക്രൈസ്തവീകരിക്കുന്നതിനു വേണ്ടിയാണത്. ക്രിസ്തു അവിടുത്തെ പ്രതിമകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. അവിടുത്തെ സഭയെ പുനരുദ്ധരിക്കാനും പുനർജീവിപ്പിക്കാനുമാണത്. അവിടുത്തെ മുന്തിരിത്തോപ്പിനെ വീണ്ടും സേചനം ചെയ്യുന്നവൻ അവിടുന്ന് തന്നെയാണ്. പരസ്പരം വിധേയപ്പെട്ട് അനുരഞ്ജനപ്പെടാനും ലോകത്തിൽ സമാധാനം സ്ഥാപിക്കാനും സഭകളെ ഒരുമിച്ച് കൂട്ടുന്നത് അവിടുന്ന് തന്നെയാണ്. കാഴ്ചയുണ്ടെന്ന് പറയുന്നവരുടെ കാഴ്ച എടുത്തു മാറ്റുകയും കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്യുന്നവനായിട്ടാണ് ക്രിസ്തു അറിയപ്പെടുന്നത്. അപ്പോൾ അവർ പറയും, അങ്ങനെയെങ്കിൽ നീ ദൈവത്താൽ അയക്കപ്പെട്ടവളാണെങ്കിൽ നിന്നെ തന്നെയും നിന്റെ എല്ലാ സംസാരങ്ങളും ഒളിവിൽ വെച്ചുകൊണ്ട് നിന്റെ എളിമ തെളിയിക്കുക. നീയും നിന്റെ സംസാരവുമായി ലോകം മുഴുവൻ കറങ്ങിയടിക്കുന്നത് നിർത്തുക. ഇങ്ങനെയുള്ളവരോട് എങ്ങനെ പറയണമെന്ന് അവിടുന്ന് തന്നെ പഠിപ്പിച്ചു. ഇത്തരം ആൾക്കാരോട് ഇങ്ങനെ മറുപടി പറയുക, തനിക്ക് കിട്ടിയ താലന്ത് കുഴിച്ചിട്ടിട്ട് ഒന്നും ചെയ്യാതിരുന്നതിന്റെ പേരിൽ കുറ്റം വിധിക്കപ്പെട്ട ആ ദുഷ്ടനായ ഭൃത്തിനെ പോലെ ഞാൻ ആവുകയില്ല. മറിച്ച് എനിക്ക് കിട്ടിയ താലന്ത് ഞാൻ വർദ്ധിപ്പിക്കും. അങ്ങനെ എന്നെ വരമേൽപ്പിച്ചവന് മഹത്വമുണ്ടാവുകയും ചെയ്യും. ഞാൻ ഈ അപൂർവ മന്ന പകർന്നു നൽകുക ഈ തലമുറയ്ക്ക് മാത്രമല്ല, പിന്നെയോ അവിടുത്തെ മാലാഖമാർ ദൈവത്തിന്റെ ഈ വചനം വഹിക്കുകയും
മുകളിൽ നിന്ന് മഴ പോലെ വർഷിച്ചുകൊണ്ട് അവിടുത്തെ സൃഷ്ടികളെ തലമുറകളോളം നവീകരിക്കുകയും അവിടുത്തെ സഭയെ അലങ്കരിക്കുകയും ചെയ്യും. അവിടുത്തെ മക്കളുടെ അധരങ്ങളെ മധുരീകരിച്ചുകൊണ്ട് അവിടുത്തെ സ്തുതിക്കുവാനായി അവരുടെ അധരങ്ങളും അവരുടെ ഹൃദയങ്ങളെ തനിമയിൽ പരിശോധിക്കാനായി അവരുടെ നയനങ്ങളും തുറന്നുകൊടുക്കും. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗീയ നാമത്താൽ എൻ്റെ ഉടലാകെ മുദ്രിതമായിരിക്കിയാൽ എനിക്കൊട്ടും ഭയമില്ല. ഞാൻ അവിടുത്തെ ശബ്ദിക്കുന്ന പുസ്തകമാണ്. കർത്താവ് നമുക്ക് പകർന്നു തന്ന സത്യവചസ്സുകൾ തന്നെയാണ് ഇവിടെയും പ്രഘോഷിക്കപ്പെടുന്നത്. പുതുതായി ഒന്നുമില്ല, എനിക്ക് നവീനമായി എൻ്റെ സ്വന്തമായി ഒന്നുമില്ല. സഹോദരരെ, എനിക്ക് ചൊല്ലിത്തന്നിട്ടുള്ളതെല്ലാം ദൈവിക ജ്ഞാനത്തിൽ നിന്നാണ്, ത്രിയേക ദൈവത്തിൻ്റെ തിരുഅധരങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇതാണ് ദൈവമായ എൻ്റെ നാമത്തിൽ നീ അവർക്ക് കൊടുക്കേണ്ട മറുപടി. 7 ഓഗസ്റ്റ് 2002. നേരത്തെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വസുല, നീ വളരെ നിശിതമായ വിചാരണകളെ നേരിടേണ്ടി വരും. എൻ്റെ ഇത്രയധികം വൈദികാത്മാക്കൾ എങ്ങനെ എൻ്റെ അടയാളങ്ങളും എൻ്റെ പ്രവൃത്തികളും നിരാകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മധ്യ ഉണ്ടെന്ന് നിങ്ങളെ അനുസ്മരിപ്പിക്കാനായി എൻ്റെ കൃപകൾ ചില ആത്മാക്കളിലേക്ക് വർഷിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് ആ ആത്മാക്കൾ പീഡിപ്പിക്കപ്പെടുന്നതെന്നും കാണുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു. അവർ ദൈവമായ എൻ്റെ പ്രവർത്തനങ്ങളെയാണ് നിഷേധിക്കുന്നത്. അങ്ങനെ അവർ നിലം സമ്പുഷ്ടമാക്കുന്നതിന് പകരം ഊഷരമാക്കുന്നു. ജൂലൈ 7, 1987. അവരുടെ കാര്യത്തിൽ അവിടുന്ന് വളരെ അസ്വസ്ഥനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രതികരിക്കാൻ ഞാൻ തുനിഞ്ഞു. അവരെ ന്യായീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അവിടുത്തെ പ്രവർത്തനങ്ങളെ അവർ നിരാകരിക്കുന്നുണ്ടെങ്കിൽ അതിനവർക്ക് ന്യായീകരണങ്ങൾ കാണും. അവിടുന്ന് മറുപടി പറഞ്ഞു, ആത്മീയമായി അവർ മരിച്ചവരാണ്. അവർ സ്വയമേ ഒരു മരുപ്രദേശമാണ്. അവർ സൃഷ്ടിച്ച ആ വിജനതയിൽ എവിടെയെങ്കിലും ഒരു പൂവ് വിരിഞ്ഞു കണ്ടാൽ അത് ചവിട്ടി നശിപ്പിക്കാനായി അവർ അങ്ങോട്ട് ഓടുകയായി. എന്തുകൊണ്ടെന്നോ ആ പൂവ് അവരുടെ വന്യമായ വിജനതയ്ക്ക് ഇണങ്ങുന്നതല്ല. അവരുടെ മരുപ്രദേശം ഊഷരമായി തന്നെ തുടരുമെന്ന് അവർ ഉറപ്പുവരുത്തും. ഒരു വിശുദ്ധിയും അവരിൽ ഞാൻ കാണുന്നില്ല, ഒരുത്തരിലുമില്ല. എന്താണ് അവർക്ക് എനിക്ക് അർപ്പിക്കാനായി ഉള്ളത്? സംരക്ഷണം, കർത്താവെ, സംരക്ഷണം. അങ്ങയുടെ വചനം വികലമാക്കപ്പെടാതെ അവർ സംരക്ഷിക്കുന്നു. ഞാനൊരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. കർത്താവ് ഉടൻ തന്നെ മറുപടി പറഞ്ഞു, ഇല്ല, അവർ എന്നെ സംരക്ഷിക്കുന്നില്ല. അവർ എൻ്റെ ദൈവത്വത്തെ നിരാകരിക്കുകയാണ്. അവർ എൻ്റെ അനന്തമായ സമ്പത്തും എൻ്റെ സർവശക്തിത്വവും നിരാകരിക്കുകയാണ്. അവർ അവരെ തന്നെ എന്നോട് താരതമ്യം ചെയ്യുകയാണ്. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? അവർ വിഗ്രഹാരാധന വളർത്തുകയാണ്. എന്നെ ചമ്മട്ടിടി ഏൽപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ആത്മീയ ബധിരത അവർ പോഷിപ്പിക്കുന്നു. അവർ എനിക്ക് പ്രതിരോധം നൽകുന്നില്ല. അവർ എന്നെ നിന്ദിക്കുകയാണ്. അവരുടെ ഈ നിരാകരണങ്ങളെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ കുഞ്ഞാടുകളെ തീറ്റുകയും സഹായിക്കുകയും ചെയ്യേണ്ടതിന് അവരെ സഹായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ദൈവത്തിൻ്റെ കാര്യമോർത്ത് സങ്കടം തോന്നി. അവിടുന്ന് പറഞ്ഞു, ഓമനെ, ഈ ലോകത്തെയും അതായിത്തീർന്നിരിക്കുന്ന അവസ്ഥയെയും ഓർത്ത് ദുഃഖിക്കുക. എല്ലാ വൈദികരും സഭാ നേതാക്കളും മോശമാണെന്നല്ല പറയുന്നത്. കർത്താവിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ല ആളുകൾ വളരെയുണ്ട്. ചില സന്ദേശങ്ങളിൽ കർത്താവ് അവിടുത്തെ ഇടയന്മാരെ കായേനോടും ആബേലിനോടും ഉപമിക്കുന്നുണ്ട്. കായേൻ ദൈവത്തിന് പ്രീതികരമായി വർത്തിക്കാതിരുന്നത് മൂലം അവിടുത്തേക്ക് പ്രിയങ്കരനായില്ല. എന്നാൽ ആബേൽ അങ്ങനെ ചെയ്തതുകൊണ്ട് അവൻ ദൈവത്തിന് പ്രിയങ്കരനായി. പ്രാവിന്റെ ദർശനത്തിൽ കണ്ട ആ ക്ലേശകരവും അപകടകരവുമായ വഴിയിലൂടെയുള്ള എൻ്റെ യാത്ര ആരംഭിക്കുകയായിരുന്നു. നിങ്ങൾ കേട്ടത് സ്വർഗം ഒരു യാഥാർത്ഥ്യം, നരകവും അതുപോലെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.